മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്നത് തമിഴ്നാട്ടിൽ സത്യമാവുകയാണ്. ഇതുവരെ തമിഴകം കണ്ട ഭരണമോ രാഷ്ട്രീയമോ രാഷ്ട്രീയക്കാരെയോ അല്ല ഇന്ന് കാണുന്നത്. പാർട്ടി മാറി ഭരണപക്ഷത്തെത്തിയ MLA-മാരിൽ പോലും ഒരു പുതുപ്പിറവി വൈബ് ഉണ്ടെന്ന് തമിഴ് മക്കൾ തന്നെ പറയുന്നു. വിജയ് മുഖ്യമന്ത്രിയായപ്പോൾ തമിഴ്നാട് പരിവർത്തനത്തിന്റെ വഴിയിലാണ് എന്നൊരു പ്രതീതിയുണ്ട്. വെല്ലുവിളികൾ ഏറെയുണ്ട് എങ്കിലും സാമൂഹ്യമായും ചിന്തകളിലും മാറ്റം ദൃശ്യമാകാൻ സമയമെടുക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് ഇപ്പോൾ തന്നെ കാണുന്നുണ്ട്, തുടരുന്നുണ്ട്. തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അലയൊലികൾ ഇനിയും അടങ്ങിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ചരിത്ര വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയാൻ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി സംഘടിപ്പിച്ച ബഹുജന റാലി ചില പ്രഖ്യാപനങ്ങളുടെ കൂടി വേദിയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം TVKയുടെ രാഷ്ട്രീയ എതിരാളി ആരാണ് എന്നത് സംബന്ധിച്ചുള്ളതായിരുന്നു. DMKയെ മുഖ്യ എതിരാളിയായി കണ്ടുകൊണ്ടായിരിക്കും തന്റെ സർക്കാരിന്റെ മുന്നോട്ടു പോക്ക് എന്ന് വിജയ് പ്രഖ്യാപിച്ചു. മറ്റൊന്ന്, ഒരു സാധാരണക്കാരനായി ജനങ്ങളുടെ സേവകനായി താൻ ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ്. താൻ ജനങ്ങളുടെ മുഖ്യ സേവകൻ എന്നാണ് വിജയ് സ്വയം വിശേഷിപ്പിച്ചത്. അതേസമയം തമിഴ്നാട്ടിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉദയം കൊള്ളാൻ പോകുന്നതിന്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ K. അണ്ണാമലൈ പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ പുതിയ പാർട്ടി പ്രഖ്യാപനം ഉണ്ടായേക്കും. മക്കൾ ശക്തി എന്നായിരിക്കും പാർട്ടിയുടെ പേരെന്ന് ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം രജനീകാന്തുമായും അടുത്ത ദിവസം അണ്ണാമലൈ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും അറിയുന്നുണ്ട്. DMKയ്ക്കും AIDMKയ്ക്കുമെതിരെ കടുത്ത ഭാഷയിലാണ് വിജയ് വിമർശനം ഉന്നയിച്ചത്. ഇന്നലെ തമിഴ്നാട്ടിലെ യഥാർത്ഥ പോരാട്ടം TVKയും DMKയും തമ്മിലാണ് എന്ന വിജയുടെ പ്രഖ്യാപനം വ്യക്തമായ സൂചന തന്നെയാണ്. DMKയ്ക്കൊപ്പം AIDMKയെയും വിജയ് രൂക്ഷമായി വിമർശിച്ചു. താൻ കുതിരക്കച്ചവടം നടത്തിയതുകൊണ്ടല്ല, ഈ രണ്ട് പാർട്ടികളെയും ജനങ്ങൾ തിരസ്കരിച്ചതുകൊണ്ടാണ് TVK അധികാരത്തിൽ എത്തിയത് എന്ന് വിജയ് പറയുന്നു. 6 മാസക്കാലം സർക്കാരിനെതിരെ മിണ്ടാതിരിക്കും, ഹണിമൂൺ പീരീഡ് അനുവദിക്കും എന്നൊക്കെ പറഞ്ഞവർക്ക് 6 മാസം പോയിട്ട് 6 ദിവസം പോലും തികച്ച് മിണ്ടാതിരിക്കാൻ സാധിച്ചില്ല എന്ന് വിജയ് കുറ്റപ്പെടുത്തി. താൻ ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾ തനിക്കൊപ്പവും. തന്നെയും ജനങ്ങളെയും തമ്മിൽ അകറ്റാൻ ആർക്കും സാധിക്കില്ല എന്നും വിജയ് ഇന്നലെ പറഞ്ഞു. ഇത്രയും കാലം AIDMKയും DMKയും മാറി മാറി ഭരിച്ച് വഞ്ചിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ കൈവിട്ടത് എന്ന് വിജയ് പറയുന്നു. DMK ഇപ്പോൾ വെറും തീയ ശക്തി മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് ദൂരേക്ക് പോയ ദൂരശക്തി കൂടിയാണ് എന്ന് പരിഹസിച്ച് വിജയ് DMKയെ ശത്രുപാളയത്ത് നിർത്തുന്നതിന്റെ കടുത്ത സൂചന നൽകുന്നു. പാർട്ടി പ്രഖ്യാപനം നടത്തിയ ആദ്യ നാളുകളിൽ തന്നെ തന്റെ പാർട്ടിയുടെ എതിരാളികളെ കുറിച്ച് വിജയ് വ്യക്തമായ സൂചന നൽകിയിരുന്നു. DMKയെ തന്റെ രാഷ്ട്രീയ എതിരാളിയും BJPയെ പ്രത്യയശാസ്ത്ര ശത്രുവായും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു വിജയുടെ തുടക്കം തന്നെ. പക്ഷേ ഇത്തവണ വിജയത്തിന് ശേഷം നടത്തിയ തൃച്ചിയിലെ റാലിയിൽ BJPയെ കാര്യമായി പരാമർശിക്കാതെയാണ് വിജയുടെ പ്രസംഗം. രാഷ്ട്രീയമായി DMKയും AIDMKയും വിമർശിക്കാനും ആക്രമിക്കാനുമാണ് വിജയ് തന്റെ പ്രസംഗത്തിൽ ഉടനീളം ശ്രമിച്ചത്. ജനങ്ങൾ തള്ളിക്കളഞ്ഞവരാണ് തനിക്കെതിരെ ബഹളം വെക്കുന്നത് എന്നാണ് വിജയ് വിമർശിക്കുന്നത്. MK സ്റ്റാലിനെ വ്യക്തിപരമായി വിമർശിക്കാനും വിജയ് മറന്നില്ല. സ്റ്റാലിന്റെ കുടുംബ രാഷ്ട്രീയമാണ് DMKയുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിജയ് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ഘട്ടത്തിൽ വിജയ് സർക്കാർ ഉണ്ടാക്കാതിരിക്കാൻ DMKയും AIDMKയും പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത മറന്ന് ഒന്നിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനെയും വിജയ് രൂക്ഷമായി വിമർശിച്ചു. TVK ഭരണം വന്നാൽ തങ്ങളുടെ കൊള്ളയടിക്കൽ അവസാനിക്കുമെന്ന് ഭയന്നാണ് പഴയ ശക്തികൾ തനിക്കെതിരെ ഒന്നിക്കുന്നത് എന്നാണ് വിജയ് ആരോപിച്ചത്. ചില ജനക്ഷേമകരമായ പ്രഖ്യാപനങ്ങളും വിജയ് നടത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി സിംഗപ്പൺ കാവൽപ്പട രൂപീകരിക്കുമെന്നാണ് പ്രഖ്യാപനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്ന്. മുൻ ഭരണകാലത്ത് ഓരോ തെരുവിലും ലഹരി പടരുന്നത് തടയാൻ കഴിഞ്ഞില്ല എന്നും ഇതുമൂലം നിരവധി സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുവെന്നും വിജയ് പറയുന്നു. ഈ ഘട്ടത്തിലാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കാര്യക്ഷമതയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സിംഗപ്പൺ കാവൽപ്പട അടുത്തയാഴ്ച മുതൽ നിലവിൽ വരുന്നത്. കുറ്റവാളികൾക്ക് എത്രയും വേഗത്തിൽ ശിക്ഷ ഉറപ്പാക്കും. കുറ്റപത്രം സമർപ്പിക്കുന്നതുൾപ്പെടെയുള്ള കോടതി നടപടികൾ വേഗത്തിലാക്കാൻ കർശന നിർദ്ദേശവും നൽകി. ഇതടക്കം വലിയ പ്രഖ്യാപനങ്ങളാണ് വിജയ് നടത്തിയിരിക്കുന്നത്. അഴിമതിയും കൈക്കൂലിയുമില്ലാത്ത ഭരണം ഉറപ്പാക്കും. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിനും പാവപ്പെട്ടവർക്കായി 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുന്നതിനും സർക്കാർ മുൻഗണന നൽകും. ലഹരി മാഫിയയുടെ വേരറുക്കും എന്നിവയും ഇന്നലെ പൊതുജനങ്ങളെ സാക്ഷിയാക്കി വിജയ് നടത്തിയ പ്രഖ്യാപനങ്ങളാണ്. ഇതിനിടയിലാണ് തമിഴ്നാട്ടിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളുന്നതിന്റെ സൂചനകൾ കൂടി പുറത്തു വരുന്നത്. BJPയുടെ തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റായ K. അണ്ണാമലൈ BJP വിടുന്നതായി പ്രഖ്യാപിച്ചു. അണ്ണാമലൈയുടെ നേതൃത്വത്തിലാണ് പുതിയ പാർട്ടി രൂപം കൊള്ളുന്നത്. അടുത്ത 2 ദിവസത്തിനകം പാർട്ടി പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന സൂചനയുണ്ട്.
ദയവായി കാത്തിരിക്കൂ, 2 ദിവസത്തിനകം നമുക്ക് സംസാരിക്കാമെന്നാണ് അണ്ണാമലൈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. വിദേശത്തായിരുന്ന അണ്ണാമലൈ ഇന്നലെ തിരിച്ചെത്തിയപ്പോഴാണ് പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഈ ആഴ്ച തന്നെ അണ്ണാമലൈ രജനീകാന്തിനെ നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് സൂചനയുമുണ്ട്. മക്കൾ ശക്തി എന്നാണ് ഈ പുതിയ പാർട്ടിയുടെ പേര് എന്നാണ് അഭ്യൂഹം. അണ്ണാ DMKയുമായുള്ള സഖ്യം യാഥാർത്ഥ്യമാക്കാൻ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത് മുതൽ അണ്ണാമലൈ BJPയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. TVK ചരിത്ര മുന്നേറ്റം നടത്തുമെന്ന് വോട്ടെണ്ണലിന് മുൻപ് തന്നെ അണ്ണാമലൈ പ്രവചിക്കുകയും ചെയ്തിരുന്നു. അതിനെല്ലാം അപ്പുറം ഒരു സർപ്രൈസ് വരുന്നുണ്ടെന്ന് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. തമിഴ്നാട്ടിൽ ഒരു പുതിയ പാർട്ടി വരുന്നതായി കോൺഗ്രസ് MP കാർത്തി ചിദംബരവും നേരത്തെ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ പേരും കൗതുകകരമാണ് എന്നാണ് കാർത്തി ചിദംബരം പറഞ്ഞിരുന്നത്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ മത്സരിച്ച വിജയ് 2ഇടത്തും വിജയിച്ചിരുന്നു. തിരുച്ചി ഈസ്റ്റിലും പെരമ്പൂരിലുമാണ് വിജയ് വിജയിച്ചത്. തിരുച്ചി ഈസ്റ്റിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. തിരുച്ചി ഈസ്റ്റ് തനിക്ക് ഹൃദയത്തിന്റെ ഭാഗമാണ് എന്ന് വിജയ് പറയുകയും ചെയ്തിട്ടുണ്ട്. തിരുച്ചി ഈസ്റ്റിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നടി തൃഷയായിരിക്കും TVK സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് ഊഹാപോഹവുമുണ്ട്.